ഈ നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കത്തിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ ഒരു അടിനാശം വെള്ളപ്പൊക്കവും ആണോ കഥ? ഇതൊരു കുറച്ച് സംഭവങ്ങളുള്ള സിനിമയാണ്. ഉണ്ട്, അത് നമുക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ഒരു ആന, അതിന്റെ പുറത്ത് കുറെ പേര്, മൊത്തത്തിലൊരു ഒരു ഫെസ്റ്റീവ് മൂഡ് കാണുന്നുണ്ട്. ഇതിനകത്ത് ആനയും പുലിയും കടുവ സിംഹവും എല്ലാം ഉണ്ട്. മൊത്തത്തിലുള്ളൊരു ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്, ഫൺ മൂവിയാണ്, എന്റർടൈനർ ആണ്. പക്ഷെ എന്നാൽ അതിനകത്ത് കുറച്ച് മെസ്സേജുകളും കാര്യങ്ങളും ഉണ്ട്. അതെ, മഞ്ജുച്ചിയുടെ ക്യാരക്ടർ ഇത് കോളേജ് ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു യങ്സ്റ്റേഴ്സിന്റെ സ്റ്റോറിയാണ്. ഇതിനകത്ത് ഒരു കോളേജ് നടത്തുന്ന കോളേജ് ഇവരുടെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിട്ടാണ് അശ്വൻ ചേട്ടൻ വരുന്നത്. അപ്പൊ കോളേജ് ഇവരുടെയാണ്. പക്ഷെ കോളേജ് പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കയ്യിലും കുഴപ്പമാണ്. ഒരു കോളേജിന്റെ പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ അവരവിടെ ഒരു അല്ല, പുള്ളിയുടെ കയ്യിലിട്ട് പറഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ എനിക്ക് എഴുതി തരുന്നു. അടിപൊളി നോക്കാൻ അങ്ങനെ ഒരു സംഭവം, അതിന് ചൊറി, ഇങ്ങനെയൊക്കെയുള്ളൊരു ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല. അതെ, ഞങ്ങളുടെ മോളും അവിടെയാണ് പഠിക്കുന്നത്. പിന്നെ അതിനകത്ത് മോട്ടിവേറ്റർ അങ്ങനെയല്ലേ പറയാ, മോട്ടിവേഷൻ സ്പീക്കർ ആണ് ഷൈൻ. അതിനകത്ത് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളും കാര്യങ്ങളും, പിള്ളേര് സെറ്റ്, അവരുടെ കള്ളത്തരങ്ങള്, ഒരു എന്റർടൈനർ ആണ്. ഫുൾ ഫൺ കോമഡി സാധനമാണ്. ഒന്ന് തിയേറ്ററിൽ വന്നൊന്ന് പൊട്ടിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു, അത് നമ്മുടെ മാനസികാവസ്ഥയാണ്. അതാണ് മാനസികാവസ്ഥ. അവിടെ ഒന്ന് ചിരിക്കാനുള്ളതുണ്ട്, ചിരിക്കണോ വേണ്ടെന്നൊക്കെ അവര്. അതൊരു പടത്തേക്ക് മുൻപ് ഒരിക്കലും ഒന്നിനെ കുറിച്ച് പറയാൻ പറ്റില്ല, ചിരിക്കില്ല ഒന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ഏതായാലും ചിരിക്കാമെന്നുണ്ട്. പിന്നെ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിനകത്ത്, ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. അശ്വൻ ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മളിങ്ങനെ കുറെ കാണുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ വന്നിങ്ങനെ ഒച്ചത്തിലൊക്കെ പാട്ട് പാടി അവിടെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുന്നതൊക്കെ. അപ്പോഴും ഇതേപോലത്തെ കമന്റ്സ് ഒക്കെ വരാം. എല്ലാവർക്കും അത് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പലരും പല മാനസികാവസ്ഥയിലൂടെ പോകുന്ന ആളുകളായിരിക്കത്തില്ല എന്നൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ പബ്ലിക് പ്ലേസസിലുള്ള പാട്ടുകളും അങ്ങനെ അവതരിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ഇപ്പോൾ ഈ ചിരിയുടെ കാര്യം തന്നെ ആദ്യം പറയാം. ഈ എത്ര നമുക്കൊക്കെ കേട്ടാൽ ഒരുപാടുപ്പെട്ടവർക്കെല്ലാം ചിരി വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, തമാശകളൊക്കെ പറഞ്ഞാൽ ഒട്ടും ചിരിക്കാത്ത ആൾക്കാരുണ്ട്. അത് സിനിമയിൽ തന്നെ ചില ആൾക്കാരുണ്ട്. ചില ഒരു ഭയങ്കര ഒരു ഹ്യൂമറസ് ആയിട്ടൊരു നമ്മളൊരു സീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരെല്ലാം ചെയ്യും. പക്ഷേ ചില ഡയറക്ടേഴ്സ്, ഞാൻ പേര് പറഞ്ഞില്ല, ചുരുക്കം ചില ആൾക്കാർ ചിരിക്കത്തില്ല. അവർക്ക് ചിരി വന്നാലും എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെ കണ്ടോണ്ടിരിക്കും, കട്ട് പ്ലീസ് കട്ട്, അവിടെ കൂട്ട ചിരിയായിരിക്കുന്നുണ്ട്, കട്ട്, ഓക്കെ. ഇങ്ങനൊരു വളരെ സീരിയസ് ആയിട്ട് എല്ലാം ചിത്രീകരിച്ച പോലെയാണ് ചുരുക്കം ചില ആൾക്കാർ. കോമഡി എന്ന് പറയുന്ന സംഭവം യാതൊരു റിയാക്ഷൻ ഇല്ലാത്തവരുണ്ട്. അത് ഓരോരുത്തരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണ്. ബ്രെയിൻ വർക്ക്, അതായത് ഞാൻ പറഞ്ഞ ഒരു മാനസികാവസ്ഥ ഓരോരുത്തരുടെ. മനസ്സിലായി. അതാണ് അവരെന്താ മാക്സിമം ചെപ്പിച്ചിരിക്കും, ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ബാഡ് മൂഡ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു കോമഡി അങ്ങനെ ഒരു മൂഡ് മനുഷ്യനാണ് സ്വാഭാവികമായിട്ട്. മാത്രമല്ല എനിക്കൊന്ന് ബ്രെയിൻ്റെ, അതായത് ഇപ്പൊ ഒരു ചിരി ഇരിച്ചിരി പമ്പർച്ചിരി പരിപാടി ഞാൻ ഇരിക്കുന്നു, എനിക്ക് നിസ്സാര പ്രശ്നം മതി, ഞാൻ പൊട്ടിച്ചിരിക്കും ഭയങ്കരമായിട്ട്. ഞാൻ ചിരിക്കും, ചിരി വരും. പക്ഷെ ചിലവർക്ക് എന്റെ അടുത്തിരിക്കുന്ന ചില ആൾക്കാർക്ക്, ഇപ്പൊ പിഷു അങ്ങനെ ചിരിക്കുന്ന ഒരാളല്ല. പിഷു നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ആളാണ്, പക്ഷെ അത്രയും ചിരിക്കുന്ന ആളല്ല. ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചിരിക്കും, പക്ഷെ അദ്ദേഹം ചിരിപ്പിക്കാനാണ് കൂടുതൽ ചിരിക്കും. നമ്മുടെ നല്ല തമാശകൾക്ക് ചിരിക്കും, പക്ഷെ ഈ പറയുന്ന പോലെ അടുത്തൂടെ പോയ ചിരിക്കുന്ന ഒരാളല്ല. അങ്ങനെയാണ്, ജഗതി ചേട്ടൻ അങ്ങനെയാണ്. ചുരുക്കാട് പൊട്ടിച്ചിരിക്കും, പക്ഷെ സാധാരണ ചിരി അത് പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കുന്നതിനൊന്നും പുള്ളി ചിരിക്കില്ല. നമ്മൾക്ക് ചിരിപ്പിച്ചെടുക്കാനായിട്ട് ഇത്തിരി ഒരു പാടാ അല്ലേ ആളെ. പുള്ളിക്ക് ചില മോടി തോന്നി അത് കറക്റ്റാന്ന് വളരെ പൊട്ടിച്ചിരിച്ചു കളി. അതിപ്പോ ഞാൻ ചിരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര് കമന്റിൽ വന്നിട്ടുണ്ട്, ഇവിടെ എന്നാ കണ്ടിട്ടാ ഈ കടന്ന് ചിരിക്കുന്നതെന്ന്. ഓരോരുത്തർ മാനസികാവസ്ഥയാണ്. മാനസികാവസ്ഥ എല്ലാം ബ്രെയിൻ, നമ്മുടെ ഹോർമോൺ, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ശരീരമാണല്ലോ ഇത്. അതെ, ചില മനുഷ്യർക്ക് സോഫ്റ്റ് ആയിരിക്കും. എന്റെ ചിരി ഹോർമോൺ കുറച്ച് കൂടുതലാ. അടുത്തോടെ പോയാൽ ഞാൻ പൊട്ടിച്ചിരിക്കുന്ന, ചിരി നിർത്താൻ പാടുപെടാറുള്ളൂ. പിന്നെ ശ്വാസം മുട്ടും, കരയും. എന്നിട്ട് ഞാൻ കരയും. എഴുന്നേറ്റൊക്കെ പോയിട്ടുണ്ട് സീറ്റിൽ നിന്ന്. നമ്മുടെ ഒരു ചിരിക്കുന്നുണ്ട്, സീറ്റിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. വയറ് വിളക്കിയിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചിരിക്കാൻ പറ്റില്ല. കുറെ ഞാൻ എഴുന്നേറ്റ് പോകും. അങ്ങനെയൊക്കെ വേറെ ചില കാര്യം എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. നമുക്ക് കുറേ ഇയാൾക്ക് വട്ടാണെന്ന് തോന്നിപ്പോ. ചില ചുമ്മാ എന്തുകൊണ്ട് വിശ്വാസം ഒന്നുമില്ല. എനിക്ക് പേര് പറയുന്നില്ല, എനിക്ക് എല്ലാം എളുപ്പമുള്ള ഒരാളാണ്. പിന്നെ വേറെ ഹോസ്പിറ്റലാണ് പുള്ളിയല്ലേ, ഇന്നലെ അഡ്മിറ്റ് ചെയ്തു. സത്യം
അയ്യോ മരിച്ചുപോയി. അല്ല അങ്ങനെ മരിച്ചുപോയോ? ഇന്ന് രാവിലെ മരിച്ചുപോയി. എന്തുകൊണ്ട്? അല്ല വിളിച്ച വിഷമത്തിലല്ലേ, കുറച്ച് വിഷമത്തിലാ പുള്ളി. ഇങ്ങനെയൊക്കെ എന്ത് പറയാനും ചിരിച്ചോണ്ട് നമുക്ക് ഞാൻ എക്സാമിറ്റ് പറയുന്നതല്ല, എല്ലാം ഒരു അക്ഷരം ഒരു വേർഡ് പറയുന്ന എല്ലാം ചിരിച്ചോണ്ട് പറയുന്നതാണ്. നമുക്ക് വല്ലാതെ നല്ല ക്യാരക്ടർ ചെയ്തൂടെ, സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ ചെയ്യണം. ഒരു ക്യാരക്ടർ വന്നാൽ ആ ക്യാരക്ടർ എങ്ങനെയാക്കി മാറ്റിയാൽ മതി. പറയാ ഇങ്ങനെ ചിരിക്കുന്ന ഒരു കഥ. തിരിച്ചോണ്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ ചിരിക്കുക, സുഖമില്ല പുള്ളി ഒരു ആക്സിഡന്റ് പറ്റി ചിരിക്കുക. ഇന്നലെ എന്റെ അമ്മ വീണെന്നൊക്കെ അമ്മ ഇന്നലെ വീണായിരുന്നു. മഞ്ചേച്ചി ആ ഒരു കോൺവെർസേഷൻ ഒന്ന് ബിൽഡ് ചെയ്യാമോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാമോ മഞ്ചേച്ചി? ഇവൾക്ക് ആ സ്വഭാവം ഉണ്ട് ഭാവനയ്ക്ക്. പണ്ട് ഭാവന അല്ല തമാശയാണ് സംഭവം, പക്ഷെ അവള് ചിരിച്ച് പറഞ്ഞ സംഭവം എന്താ വെച്ചാല് ഒരു 2 ഇൻസിഡന്റ് അവള് ഒരുമിച്ച് പറഞ്ഞതാ. പറഞ്ഞു ചേച്ചി അപ്പൊ അപ്പോഴേ ചിരിച്ചു തുടങ്ങി. ചേച്ചി ഞാൻ ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മൂക്കിൽ വലിയ കെട്ട് വന്നിരിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും പറയുമ്പോ പുള്ളി ഒന്ന് തുമ്മിയതാന്ന്. ഞാൻ തുമ്മിയതോ? ആ തുമ്മിയതാന്ന്. മോഹം കഴുകിക്കൊണ്ടിരുന്നപ്പോ തുമ്മിയതാ വാഷ്ബേസിൽ ഇടിച്ചു. അത് ചിരിച്ചോണ്ട് പറഞ്ഞു. രണ്ടാമത് ആരാണ്ട് ഇന്ന് കെട്ടിവെച്ച് കിടന്നു, കാലൊടിഞ്ഞിട്ട് പുള്ളി കാലൊടിഞ്ഞ് കെട്ടിവെച്ച് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം എടുക്കാനായിട്ട് തിരിഞ്ഞു. വെള്ളം എടുക്കാനായിട്ട് തിരിഞ്ഞു പുള്ളി വീണു. അപ്പൊ പുള്ളിയുടെ കൈ ഒടിഞ്ഞു. പണ്ട് സത്യമായിട്ട് അവളത് കാണുമ്പോ അല്ലാന്ന് പറയട്ടെ, പണ്ട് എന്നോട് പറഞ്ഞാ കെട്ടി വെച്ച് വീണു. എന്നിട്ട് കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ അതിലെ ഒന്ന് പാമ്പ് ഇത്രയും ഇങ്ങനെ കെട്ടിവെച്ച് കാലിന്റെ ഇങ്ങനെ ഉണ്ടല്ലോ ചേച്ചി, അതില് കൊത്തി വെച്ച്. പക്ഷെ അതിലൊരു ഹ്യൂമർ കണ്ടു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സിനിമയിലാണ് ഈ സീൻ വന്നിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മൾ ചിരിക്കത്തില്ലേ? പിന്നെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയാ. ശരി, അവള് പറയും മോഹം കഴുകാൻ പോയിട്ട് തുമ്മി ആ വാഷ് ബേസിൽ ഇടിച്ച് അവന്റെ മൂക്ക് മുറിഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചിരി വരത്തില്ലേ? സംഭവം മൃഗശാലയിൽ സമൂഹത്തിന്റെ കുട്ടി കൈ കിട്ടും, കൈ അവര് കടിച്ചോണ്ട് പോയി. ആൾക്കാരെ കൊണ്ട് ചില ആളുകളുണ്ടല്ലോ, നമ്മള് ആരെങ്കിലും വീണ് കഴിഞ്ഞാല് എടുക്കുന്നതിന് മുമ്പേ ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്നിട്ട് പറയുകയും ചെയ്യും മനസ്സ് ദുഷിപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചിരിക്കില്ലായിരുന്നു എന്നൊക്കെ. ഞാനൊക്കെ ആര് വീണാലും അപ്പൊ തന്നെ ചിരിക്കും. എനിക്കപ്പോ ആദ്യം ചിരിയാ, ആ ഒരു ഇമോഷനാ മനസ്സിലോട്ട് വരുന്നത്. അപകടമൊക്കെ പറ്റിയില്ല, അല്ലാതെ സ്ലിപ്പായി കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ. അല്ല ഇപ്പൊ ഒരാൾ നമ്മൾ ചിരി സന്ദർഭം, ഇപ്പൊ ഒരു കസേര ഒരാളെ കൊണ്ടിരിക്കാൻ മാത്രം ആ കസേര ഒടിഞ്ഞാൽ വീണു ചിരിച്ചു പിന്നെ അല്ലേ? ഞാൻ കണ്ടോണ്ട് പിന്നെ ഞങ്ങൾ നമുക്ക് കാണുന്നല്ലേ ഇടയ്ക്കൊക്കെ അറിയാം, കസേര ഇരിക്കുമ്പോൾ ആ കസേര ഒടിഞ്ഞ് താഴോട്ടങ്ങ് വീഴും. അയ്യോ, അപ്പൊ പെട്ടെന്ന് നമുക്ക് ചിരിയേ വരുള്ളൂ. ഒരു കോമഡിയാണ് കാണുമ്പോൾ. ജീവിതത്തിൽ കസേര പോയാലും ഞാൻ തന്നെയാണ്, ജീവിതത്തിൽ കസേര പോയാലും സിനിമയിലും രാഷ്ട്രീയത്തിലാണ് ചിരിക്കും ആൾക്കാർ. ശരിയല്ലേ? ഇതെല്ലാം അതൊക്കെ ഒരു ഇതിനകത്തുള്ള ഈ ഒരു ഇതിലുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. അല്ല ജനറലി ഒരു കസേര വന്നിരിക്കുമ്പോൾ ഒരാൾ ഇരിക്കുമ്പോൾ അത് പിടിഞ്ഞു വേണം പെട്ടെന്ന് ചിരിക്കും നമ്മൾ. പിന്നെ അതാ ഇതൊക്കെ ഒരു റോ ആയിട്ടുള്ള ഒരു ഇമോഷൻ, നമ്മൾ പിന്നീടൊന്നും ചിന്തിക്കാതെ വരുന്ന റോ ആയിട്ടുള്ള ഇമോഷൻസ്.